ക്ലാസിഫിക്കേഷൻ ഓഫ് എൻജിൻ്റെ 10ാമത്തെ സെഷനാണ്. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എൻജിൻ അക്കോർഡിംഗ് ടു സിലിണ്ടർ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് എന്ന് ഒന്ന് നോക്കാം. സിലിണ്ടർ എന്ന് പറയുന്നത് ഈ എൻജിൻ്റെ പല ഭാഗങ്ങളിൽ ഒരെണ്ണം മാത്രമാണ്. എൻജിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ എൻജിൻ്റെ ഹെഡ് ഉണ്ട്, എൻജിൻ ബ്ലോക്ക് ഉണ്ട്, ബ്ലോക്കിൻ്റെ ഉള്ളിൽ തന്നെ സിലിണ്ടർ ഉണ്ട്, സിലിണ്ടറിന് ചുറ്റും കൂളിംഗ് സിസ്റ്റത്തിനുണ്ട്, താഴെ ക്രാങ്ക് ഷാഫ്റ്റ്, പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ്, അങ്ങനെ ഒരുപാട് എണ്ണമുണ്ട്. ഇനി വാൽവ് മെക്കാനിസം വരുന്നുണ്ട്, ടൈമിംഗ് മെക്കാനിസം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേരുമ്പോഴാണ് ഒരു എൻജിൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ എൻജിൻ്റെ ഉള്ളിൽ സിലിണ്ടർ എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ ഭാഗം എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് രണ്ട് തരം എൻജിൻ നോക്കാം. ഒന്ന് സിംഗിൾ സിലിണ്ടർ എൻജിൻ, പിന്നെ ഒന്ന് മൾട്ടി സിലിണ്ടർ എൻജിൻ. അതായത് 2, 3, 4 ഒക്കെ സിലിണ്ടർ നമ്മൾ മൾട്ടി സിലിണ്ടർ എന്ന് പൊതുവായിട്ട് പറയാം. സിംഗിൾ സിലിണ്ടർ എൻജിൻ നമുക്ക് 2, 3 രീതിയിൽ വെക്കാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ കിടത്തി വെക്കാം, അതായത് ഇങ്ങനെ ഇത് ഇരിക്കുന്നുണ്ടല്ലോ, ഹൊറിസോണ്ടലായിട്ട് വെക്കാം, അല്ലെങ്കിൽ സിലിണ്ടർ വെർട്ടിക്കലായിട്ട് വെക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചെരിച്ച് വെക്കാം, അതായത് ഈ സിലിണ്ടർ ഇരിക്കുന്ന പോലെ ചെരിഞ്ഞിരിക്കാം. അപ്പോൾ ആ ഒരു 3 രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ വെർട്ടിക്കൽ, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ, അല്ലെങ്കിൽ ഇൻക്ലൈൻഡ്. ഈ 3 രീതിയിൽ മാത്രം നമുക്ക് സിംഗിൾ സിലിണ്ടർ എൻജിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ അറേഞ്ച്മെന്റ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ വരുന്നതാണ് മൾട്ടി സിലിണ്ടർ എൻജിൻ. മൾട്ടി സിലിണ്ടർ എൻജിൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3, 4 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇൻലൈൻ എൻജിൻ എന്ന് പറയുന്നത് ഈ മുകളിൽ കാണുന്ന എയും ബിയും ഇൻലൈൻ എൻജിൻസ് എക്സാമ്പിളാണ്. പിന്നെ വരുന്നത് വി ടൈപ്പ് എൻജിനാണ്. ഈ കാണുന്ന സി എന്ന് പറയുന്നത് വി ടൈപ്പ് എൻജിൻ എക്സാമ്പിളാണ്. പിന്നെ വരുന്നത് ഒപ്പോസിറ്റ് എൻജിൻ എന്ന് പറയും. ഈ കാണുന്ന ഡി എക്സാമ്പിളായിട്ട് വരുന്നതാണ് ഒപ്പോസിറ്റ് എൻജിൻ. പിന്നെ ഡബ്ല്യു ടൈപ്പ് എൻജിൻ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ഡബ്ല്യു ടൈപ്പ് എൻജിൻ. അവസാനമായിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ റേഡിയൽ എൻജിൻ എന്ന് പറയുന്നു. ഈ കാണുന്ന ചിത്രമാണ് റേഡിയൽ എൻജിൻ ചിത്രം. അപ്പോൾ സിംഗിൾ സിലിണ്ടർ എൻജിനെ നമുക്ക് ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ടൈപ്പ് എൻജിൻ എന്ന് പേരിൽ വിളിക്കാവുന്നതാണ്. മൾട്ടി സിലിണ്ടർ എൻജിൻ ആണെങ്കിൽ നമുക്കതിനെ ഇൻലൈൻ, വി ടൈപ്പ്, ഒപ്പോസിറ്റ്, ഡബ്ല്യു ആൻഡ് റേഡിയൽ ടൈപ്പ് എൻജിൻ എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സിംഗിൾ സിലിണ്ടർ എൻജിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഏത് രീതിയിലാണ് സിലിണ്ടർ ആ സിലിണ്ടർ ബ്ലോക്കിൽ ഇരിക്കുന്നത്, മുകളിലേക്ക് നേരെ വടി പോലെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, വെർട്ടിക്കൽ എൻജിൻ എന്ന് വിളിക്കാം. ഇങ്ങനെ കിടത്തി വെച്ചിരിക്കുകയാണെങ്കിലോ ഹൊറിസോണ്ടൽ എൻജിൻ എന്ന് വിളിക്കാം. ഇനി ചെരിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ ഇൻക്ലൈൻഡ് എൻജിൻ എന്ന് വിളിക്കാം. അപ്പോൾ സിംഗിൾ സിലിണ്ടർ എൻജിന്റെ ക്ലാസിഫിക്കേഷൻ വളരെ സിമ്പിളാണ്, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലും നോക്കാനില്ല. ഇനി നമുക്ക് മൾട്ടി സിലിണ്ടർ എൻജിൻസിന്റെ സിലിണ്ടർ അറേഞ്ച്മെന്റ് ഏതൊക്കെ രീതിയിലാണെന്നും എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്നും നോക്കാം. ഈ ചിത്രം ശ്രദ്ധിക്കുക. നമുക്ക് ഈ ചിത്രങ്ങളാണ് നമ്മൾ നോട്ടിൽ വരച്ചെടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഓരോ എന്നും വരുമ്പോൾ ഓരോ രീതിയിൽ വരും. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻലൈൻ ടൈപ്പ് എൻജിനാണ്. എന്താണ് ഇൻലൈൻ ടൈപ്പ് എൻജിൻ? ഇൻലൈൻ ടൈപ്പ് എൻജിൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാ സിലിണ്ടറുകളും, ഒരു മൾട്ടി സിലിണ്ടർ എൻജിനിലെ എല്ലാ സിലിണ്ടറുകളും ഒരു സിംഗിൾ റോയിൽ ഇരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇൻലൈൻ ടൈപ്പ് എൻജിൻ. ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാവും. ഇതൊരു ലൈനായിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാ സിലിണ്ടറും. ഇവിടെ ഇപ്പോൾ 6 സിലിണ്ടർ ഉണ്ട്. 6 സിലിണ്ടറും ഒരു സിംഗിൾ ലൈനായിട്ട് അല്ലെങ്കിൽ ഒരു റോ ആയിട്ടാണ് ഇരിക്കുന്നത്. ആ ടൈപ്പ് എൻജിനെ വിളിക്കുന്ന പേരാണ് ഇൻലൈൻ ടൈപ്പ് എൻജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻജിന്റെ ഫ്രണ്ടിൽ നിന്ന്, അതായത് ഈ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ, ഒരു സിലിണ്ടർ ഉള്ള പോലെ തോന്നുള്ളൂ. സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര സിലിണ്ടർ ഉണ്ട് കറക്റ്റായിട്ട് എണ്ണാൻ പറ്റും. പക്ഷേ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിലിണ്ടർ ഉള്ള പോലെ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ ഇൻലൈൻ ടൈപ്പ് എൻജിൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ലൈനിൽ എല്ലാ സിലിണ്ടറുകളും ഇരിക്കുന്നു, ഒരു ക്രാങ്ക് ഷാഫ്റ്റ് അതിലുണ്ടായിരിക്കുള്ളൂ. ആ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ 6 സിലിണ്ടറിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ലെങ്ത്തിലുണ്ടായിരിക്കും. ഈ ലെങ്ത് ഫുള്ളായിട്ട് ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രം നമുക്ക് 6 സിലിണ്ടറിനെയും ഒരു ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ തന്നെ നമുക്ക് 2 രീതിയിൽ തരംതിരിക്കാൻ പറ്റും. ഇൻലൈൻ ടൈപ്പിൽ സൈഡ് ബൈ സൈഡും 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസും ആയിട്ട് 2 തരത്തിലുള്ള സംഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. സൈഡ് ബൈ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ തൽക്കാലം 2 സിലിണ്ടറുള്ള ഒരു എൻജിനാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഈ 2 സിലിണ്ടറും ഒരുമിച്ചാണ് പൊങ്ങുകയും
താഴുകയും ചെയ്യുക. അതായത് ഈ സിലിണ്ടർ ഇടതുഭാഗത്തെ സിലിണ്ടർ മുകളിലേക്ക് പോവുകയാണെങ്കിൽ വലതുഭാഗത്തെ സിലിണ്ടർ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇനി ഇടതുഭാഗത്ത് താഴത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ വലതുഭാഗത്തും താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുക. പക്ഷെ രണ്ട് സിലിണ്ടറിലും ഒരേ സ്ട്രോക്കാണ് നടക്കുന്നത് എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കിടക്കുന്നത് കംപ്രഷൻ ആണെങ്കിൽ ഇവിടെ എക്സോസ്റ്റ് ആയിരിക്കും, ഇവിടെ ഇൻടേക്ക് ആണെങ്കിൽ ഇവിടെ പവർ ആയിരിക്കും. അങ്ങനെ നടക്കുന്ന സ്ട്രോക്കുകൾ വ്യത്യാസം ഉണ്ടായിരിക്കും, പക്ഷേ പിസ്റ്റന്റെ മൂവ്മെന്റ് സൈമൾട്ടേനിയസ് ആയിരിക്കും. അതായത് ഒരുമിച്ചാണ് രണ്ട് പിസ്റ്റനും മൂവ് ചെയ്യുക. അങ്ങനെ വരുന്നതിനെയാണ് സൈഡ് ബൈ സൈഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇൻലൈൻ ടൈപ്പിൽ സൈഡ് ബൈ സൈഡ്. ഇനി വരുന്ന അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ്. ഇതിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു പിസ്റ്റൺ ഏറ്റവും മുകളിൽ നിൽക്കുന്നു, അടുത്ത പിസ്റ്റൺ ഏറ്റവും താഴെ നിൽക്കുന്നു. ഈ പിസ്റ്റൺ TDCയിൽ നിൽക്കുമ്പോൾ രണ്ടാമത്തെ പിസ്റ്റൺ BDCയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഇടതുഭാഗത്ത് കാണുന്ന പിസ്റ്റൺ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ വലതുഭാഗത്ത് കാണുന്ന പിസ്റ്റൺ താഴേക്കാണ് വരിക. ഓപ്പോസിറ്റ് ആയിരിക്കും, രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പോലെയാണ് നമുക്ക് കാണാൻ തോന്നുക. ഒരു പിസ്റ്റൺ പോകുമ്പോൾ മറ്റേ പിസ്റ്റൺ താഴുന്നു. അതിനെയാണ് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് പിസ്റ്റണും ഒരുമിച്ച് മൂവ് ചെയ്യുന്നെങ്കിൽ ഇവിടെ രണ്ട് പിസ്റ്റണും ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുക. അതാണ് രണ്ട് ടൈപ്പ് ഇൻലൈൻ എൻജിൻസ് എന്ന് പറയുന്നത്. ഒന്ന് എന്ന് പറയുന്നത് സൈഡ് ബൈ സൈഡ്, പിസ്റ്റൺസ് എല്ലാം ഒരുമിച്ച് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ടൈപ്പ് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണെങ്കിൽ പിസ്റ്റൺസ് എല്ലാം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയായിരിക്കും? ഇൻലൈൻ എൻജിൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി സിമ്പിൾ ഡിസൈൻ ആണ്. സിമ്പിൾ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കാൻ മാനുഫാക്ചറിങ് കോസ്റ്റ് കുറച്ച് കുറവായിരിക്കും. അതുപോലെ അത് കോമ്പാക്റ്റ് ആണ്, കാരണം അതിന് ലെങ്ത് കുറച്ചുണ്ടെങ്കിലും സൈഡിലേക്കുള്ള വിഡ്ത്ത് കമ്മിയാണ്. അതുപോലെ അടുത്തൊരു അഡ്വാൻറ്റേജ് സിംഗിൾ ആയിട്ടുള്ള മാനിഫോൾഡുകൾ മതി. ഒരു മാനിഫോൾഡ് ഉണ്ടെങ്കിൽ എല്ലാ സിലിണ്ടറിനെ ഒരുമിച്ച് കണക്ട് ചെയ്യാം. ഇതിൽ കൂടി ഇൻലെറ്റ് മാനിഫോൾഡും ഇതിൽ കൂടി എക്സോസ്റ്റ് മാനിഫോൾഡും കണക്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ സിംഗിൾ മാനിഫോൾഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സെറ്റ് മാനിഫോൾഡ് ഉപയോഗിച്ച് നമുക്ക് എല്ലാ എൻജിൻസിനെയും കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒരു സിലിണ്ടർ ഹെഡേ ഉള്ളൂ, ഈ സിലിണ്ടറിന് എല്ലാം കൂടി ഒരു ഹെഡ് വെച്ചാൽ മതി മുകളിൽ. അതുകൊണ്ട് തന്നെ അതിന്റെ ചെലവ് കുറയുന്നുണ്ട്. ഒരു സിലിണ്ടർ ഹെഡ് ഉള്ളെങ്കിൽ ഒരു വാൽവ് മെക്കാനിസം മതി. ഒരു വാൽവ് മെക്കാനിസം മതിയെങ്കിൽ അവിടെയും ചെലവ് കുറവാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കോമ്പാക്റ്റ് ആണ്, പിന്നെ പറഞ്ഞു വെയിറ്റ് കുറവായിരിക്കും. അപ്പോൾ കോമ്പാക്റ്റ് ആകുമ്പോൾ കുറച്ച് വെയിറ്റ് കുറവായിരിക്കും. സിംഗിൾ എൻജിൻ ഹെഡ് മതി, സിംഗിൾ സെറ്റ് ഓഫ് മാനിഫോൾഡ് മതി, സിംഗിൾ വാൽവ് മെക്കാനിസം മതി. ഇനി വരുന്ന ഒരെണ്ണമാണ് പ്രൈമറി ഫോഴ്സസ് ബാലൻസ് ചെയ്യാൻ എളുപ്പമാണ്. പ്രൈമറി ഫോഴ്സും സെക്കൻഡറി ഫോഴ്സും ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കുന്നില്ലെങ്കിലും തൽക്കാലം അറിഞ്ഞിരിക്കുക. പ്രൈമറി ഫോഴ്സ് എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന മോഷൻ കൊണ്ടുണ്ടാകുന്ന ഫോഴ്സുകളാണ്. സെക്കൻഡറി എന്ന് പറയുന്നത് ഇടവിട്ടിടവിട്ട് വരുന്ന ഫോഴ്സുകളാണ്. പ്രൈമറി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ഫോഴ്സുകളും, സെക്കൻഡറി എന്നാൽ ഇടവിട്ടിട്ട് എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതല്ല, ഇടയ്ക്കിടയ്ക്ക് വിട്ട് വരുന്ന ഫോഴ്സുകളുമാണ്. തൽക്കാലം അങ്ങനെ അറിഞ്ഞിരിക്കുക. പ്രൈമറി ഫോഴ്സുകളെ ബാലൻസ് ചെയ്യാൻ എളുപ്പമാണ് ഈ ടൈപ്പിൽ. അത് അങ്ങനെ തന്നെ കണത പഠിച്ചു വയ്ക്കുക. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡറി ഫോഴ്സ് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ ഇടവിട്ടിടവിട്ട് വരുന്ന ഫോഴ്സുകളെ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ സിലിണ്ടറിന്റെ എണ്ണം എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ആണ്, കാരണം ഒരുപാട് ലെങ്ത് വരാൻ പാടില്ല. കാരണം അടുത്ത സിലിണ്ടർ വേണമെങ്കിൽ ഈ സൈഡിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എഞ്ചിന്റെ നീളം അങ്ങനെ കൂടി വരും. അപ്പോൾ സിലിണ്ടറിന്റെ എണ്ണം വല്ലാതെ കൂടാൻ പറ്റില്ല. പിന്നെ കുറച്ച് റിജിഡിറ്റി, സ്ട്രെങ്ത് ലേശം കുറവാണ്. ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരുന്നു കോമ്പാക്റ്റ് ആണ്, സിംഗിൾ എൻജിൻ ഹെഡ് മതി, സിംഗിൾ വാൽവ് മെക്കാനിസം മതി, സിംഗിൾ വാൽവുകൾ മതി, അല്ലെങ്കിൽ മാനിഫോൾഡുകളുടെ ഒരു സെറ്റ് മതി. പിന്നെ പ്രൈമറി ഫോഴ്സ് ഈ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഫോഴ്സ് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, സിലിണ്ടറുകളുടെ എണ്ണം ഒരുപാട് കൂട്ടാൻ പറ്റില്ല. ഇത്രയാണ് നമുക്ക് ഇൻലൈൻ എൻജിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ഒരു ടൈപ്പ് ഓഫ് എൻജിനാണ് വി ടൈപ്പ് എൻജിൻ. ചിത്രത്തിൽ കാണാം. വി ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വി ആകൃതിയിലായിരിക്കും സിലിണ്ടറുകളൊക്കെ ഉണ്ടായിരിക്കുക. ഓക്കെ, അവിടെ ഒരു വി പോലെ തോന്നുന്നില്ലേ, ഇവിടെ ഒരു വി ഉണ്ടായിരിക്കും. പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ രണ്ട് റോ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സിലിണ്ടറുകൾ ഇരിക്കുന്നത്. നേരത്തെ നമ്മൾ 6 സിലിണ്ടർ ഒരു സിംഗിൾ റോ ആയിട്ട് വെച്ചു. ഇവിടെ 6 സിലിണ്ടർ എന്ത് ചെയ്തു,
മൂന്ന് സിലിണ്ടറുള്ള 2 റോ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ആ റോ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ 2 ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. വി ടൈപ്പ് എഞ്ചിന്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഒരു സിംഗിൾ ക്രാങ്ക് ഷാഫ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, 6 സിലിണ്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ 6 സിലിണ്ടർ എഞ്ചിൻ ഇൻലൈൻ ആയിരിക്കുമ്പോൾ അതിന്റെ പകുതി ലെങ്ത് എന്ത് ചെയ്യുന്നുള്ളൂ, വരുന്നുള്ളൂ. നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇവിടെ 3 സിലിണ്ടർ വലിപ്പമല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിന്റെ വലിപ്പം വളരെ കുറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എഞ്ചിൻ കുറച്ച് കോമ്പാക്റ്റ് ആണ്, ലെങ്ത് വൈസിൽ വിഡ്ത്ത് ലേശം കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഒന്നാമത് ഞാൻ പറഞ്ഞത് കോമ്പാക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് എഞ്ചിൻ സ്പേസ് മതിയായിരിക്കും. ഇൻലൈൻ എഞ്ചിനേക്കാൾ കൂടുതൽ ഡിസ്പ്ലേസ്മെന്റ്, എഞ്ചിന്റെ സൈസ് നമുക്ക് കുറച്ചുകൂടി കൂട്ടാൻ പറ്റും. അതുകൊണ്ട് തന്നെ, കാരണം ഒരേ സൈസിൽ 2 എഞ്ചിൻ എടുത്തു കഴിഞ്ഞാൽ ഈ എഞ്ചിന്റെ സൈസ് ലേശം നമുക്ക് എന്ത് ചെയ്യാം, സിലിണ്ടർ കപ്പാസിറ്റി കുറച്ച് കൂടുതൽ എടുക്കാം. അതുകൊണ്ട് തന്നെ കൂടുതൽ പവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ചുകൂടി റിജിഡ് ആയിട്ടുള്ള ഡിസൈനാണ്, കുറച്ചുകൂടി ബലം കൂടിയ ഡിസൈനാണ്. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കോമ്പാക്റ്റ് ആണ്, എഞ്ചിന്റെ കപ്പാസിറ്റി കുറച്ച് കൂടുതലായിരിക്കും, അതുകൊണ്ട് പവർ കൂടുതൽ കിട്ടും. പിന്നെ ഡിസൈൻ കുറച്ചുകൂടി റിജിഡ് ആണ്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് 2 സിലിണ്ടർ ഹെഡ് വേണം. ഈ ഭാഗത്തേക്ക് ഒരു ഹെഡ് വേണം, ഈ ഭാഗത്തേക്കും ഒരു ഹെഡ് വേണം. അപ്പോൾ 2 സിലിണ്ടർ ഹെഡ് ഉണ്ടെങ്കിൽ അതിന്റെ വെയിറ്റ് കൂടുതലായിരിക്കും. ഇതുപോലെ തന്നെ അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് ആണ്, ഇങ്ങനെ ഡിസൈൻ ചെയ്യണമെങ്കിൽ കുറച്ച്, ഇതൊരു സിംഗിൾ കാസ്റ്റിംഗ് ആണ്, അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഈ സിംഗിൾ കാസ്റ്റിംഗ് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ ഡിസൈൻ കുറച്ച് കോംപ്ലക്സ് ആണ്. ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ചിലവും കൂടുതലായിരിക്കും, കുറച്ച് വെയിറ്റും കൂടുതലുണ്ടായിരിക്കും. പക്ഷെ വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ അത് കുറച്ച് റിജിഡ് ആയിരിക്കും, കാരണം നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം, ബലം ഉണ്ടല്ലോ. പിന്നെ വരുന്നതാണ് 2 സെറ്റ് മാനിഫോൾഡുകൾ വേണം. ഈ ഹെഡിന് ഒരു മാനിഫോൾഡ്, 2 ഇൻലെറ്റും എക്സോസ്റ്റ് മാനിഫോൾഡ് വേണം. ഈ ഹെഡിലും ഒരു ഇൻലെറ്റ് എക്സോസ്റ്റ് മാനിഫോൾഡുകൾ വേണം. അപ്പോൾ അതിന്റെ വെയിറ്റ് കൂടി. ഇനി വരുന്നതാണ് 2 സെറ്റ് വാൽവ് മെക്കാനിസം വേണം. ഈ സൈഡിലെ സിലിണ്ടറുകൾക്ക് ഒരു വാൽവ് മെക്കാനിസം വേണം, ഈ സൈഡിൽ ഒരു വാൽവ് മെക്കാനിസം വേണം. അപ്പോൾ അതിന്റെ വെയിറ്റ് കൂടുതലായി. ഇനി ഈ 2 സെറ്റ് വാൽവ് മെക്കാനിസവും വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പവർ എക്സ്ട്രാ വേണമല്ലോ. അപ്പോൾ എന്തായി, അതിന്റെ കുറച്ച് പവർ ലോസ് എക്സ്ട്രാ വന്നു. ഫ്രിക്ഷൻ ലോസ് ഉണ്ടല്ലോ, ഫ്രിക്ഷൻ ലോസ് കൂടുതലായി. ഇതൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. എന്താണ്, 2 ഹെഡ് വേണം, അതുകൊണ്ടുള്ള വെയിറ്റ് കൂടുതൽ, അതുകൊണ്ടുള്ള എക്സ്ട്രാ കോസ്റ്റ്, കോംപ്ലക്സ് ഡിസൈന്, പിന്നെ ഫ്രിക്ഷൻ കൂടുതലായിട്ട് വരുന്നത്, 2 സെറ്റ് ഓഫ് മാനിഫോൾഡുകൾ വേണം, 2 വാൽവ് മെക്കാനിസം വേണം. അപ്പോൾ ഇതൊക്കെ കൂടുതൽ അഡീഷണൽ ആയിട്ട് വെയിറ്റ് വരുന്നു, അഡീഷണൽ ആയിട്ട് പവർ ലോസ് വരുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പാണ് W ടൈപ്പ് എൻജിൻ. W ടൈപ്പ് എൻജിൻ എന്ന് പറയുന്നത് ഏകദേശം വി ടൈപ്പ് പോലെ തന്നെയാണ്. പക്ഷേ വി ടൈപ്പിൽ 2 സെറ്റ് ഓഫ് സിലിണ്ടർ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ 2 റോ ഓഫ് സിലിണ്ടർ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 3 അല്ലെങ്കിൽ 4 റോ ഓഫ് സിലിണ്ടർ ഉണ്ടായിരിക്കാം. ഈ ചിത്രത്തിൽ കാണുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സെറ്റ് ഇവിടെ വരുന്നുണ്ട്, ഇങ്ങനെ ഒരു റോ പോകുന്നുണ്ട്, പിന്നെ ഈ ഒരു റോ പോകുന്നുണ്ട്, ഈ ഒരു റോ പോകുന്നുണ്ട്. ഈ 3 റോ ഓഫ് സിലിണ്ടറുകൾ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ W ടൈപ്പ്, 3 അല്ലെങ്കിൽ 4 ആണെങ്കിലും ആവാം, 3 അല്ലെങ്കിൽ 4 റോ ഓഫ് സിലിണ്ടർ ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, W ടൈപ്പ് എഞ്ചിൻ എന്ന് വിളിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വി ടൈപ്പിന് ഉണ്ടായിരുന്ന എല്ലാ അഡ്വാൻറ്റേജും W ടൈപ്പിനും ഉണ്ട്. വി ടൈപ്പിന് പറഞ്ഞ എല്ലാ ബുദ്ധിമുട്ടുകളും W ടൈപ്പിനും ഉണ്ടായിരിക്കും. പറഞ്ഞ പോലെ ഇവിടെ 3 അല്ലെങ്കിൽ 4 സെറ്റ് ഓഫ് എന്തുണ്ടായിരിക്കും, വാൽവ് മെക്കാനിസം വരുന്നുണ്ട്. ഇവിടെ ഒരു വാൽവ് മെക്കാനിസം വേണം, ഇവിടെ ഒരു വാൽവ് മെക്കാനിസം വേണം, ഇവിടെ ഒരു വാൽവ് മെക്കാനിസം വേണം. അതുപോലെ ഇവിടെ ഒരു ഹെഡ് വേണം, ഇവിടെ ഒരു ഹെഡ് വേണം, ഇവിടെ ഒരു ഹെഡ് വേണം. 3 ഹെഡ് വേണം. ഈ 3 സെറ്റ് ഓഫ്, അല്ലെ 3 എന്ത് വേണം, ഇൻലെറ്റ് മാനിഫോൾഡും 3 എക്സോസ്റ്റ് മാനിഫോൾഡും വേണം. പക്ഷെ എന്താണ്, നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, ഇവിടെ ഏകദേശം 5 സിലിണ്ടർ വരുന്നുണ്ട്. 15 സിലിണ്ടറാണ് അപ്പോൾ ഈ എഞ്ചിനിൽ കൊണ്ടത്. പക്ഷേ ഒരു ഇൻലൈൻ എഞ്ചിനേക്കാൾ വലിപ്പം കുറവാണ് താനും. 6 സിലിണ്ടറുള്ള ഒരു ഇൻലൈൻ എഞ്ചിനേക്കാൾ ചെറുതാണ് ഇവിടെ 15 സിലിണ്ടറുള്ള W ടൈപ്പ് എഞ്ചിൻ എന്ന് പറയുന്നത്. വീതി ലേശം കൂടുതലുണ്ടായിരിക്കും. പക്ഷേ ലെങ്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഇവിടെ 15 സിലിണ്ടറിന് ഇൻലൈനിലെ 6 സിലിണ്ടറിന്റെ അത്ര പോലും നീളം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒക്കെ നീളം വളരെയധികം കുറവാണ്. ക്രാങ്ക് ഷാഫ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെയധികം മെഷീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഐറ്റമാണ്, ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ക്രാങ്ക് ഷാഫ്റ്റിന്റെ നീളം കുറയുക എന്ന് പറയുന്നത് വലിയ രീതിയിൽ അതിന്റെ വിലയെ ബാധിക്കുന്നതാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇനി വി ടൈപ്പിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഈ W ടൈപ്പിലും വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങൾ നോക്കിയെടുത്താൽ മതി. അടുത്ത ഒരു ടൈപ്പാണ് ഒപ്പോസിറ്റ് ടൈപ്പ്
എൻജിൻ എന്ന് പറയുന്നത്. ചിത്രത്തിൽ കാണാം. ഓപ്പോസിറ്റ് ടൈപ്പ് എൻജിൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. രണ്ട് സെറ്റ് ഓഫ് അല്ലെങ്കിൽ രണ്ട് റോ ഓഫ് സിലിണ്ടർ ഉണ്ടായിരിക്കും, പക്ഷെ അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. 180 ഡിഗ്രിയാണ് ഇത് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. ഒരു വി ടൈപ്പ് എൻജിൻ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരുന്നു. ഇതെന്ത് ചെയ്തു? ഇതിങ്ങനെ വളച്ച് ഇത് നേർരേഖയിലായി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? ഓപ്പോസിറ്റ് എൻജിൻ എന്ന് പറയുന്നത്. ഇതിനെ ഫ്ലാറ്റ് ടൈപ്പ് എൻജിൻ എന്നും വിളിക്കാറുണ്ട്. ആലോചിച്ച് നോക്കിയാൽ മതി. ഇതൊരു പരന്നിരിക്കുന്ന എൻജിൻ അല്ലേ, എൻജിൻ പരന്നിരിക്കുന്നതുകൊണ്ട് ഫ്ലാറ്റ് ടൈപ്പ് എൻജിൻ എന്നും വിളിക്കുന്നുണ്ട്. ഇത് പണ്ട് കാലത്ത് റേസിംഗിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ടൈപ്പ് എൻജിനാണ്. കാരണം ഇതിൻ്റെ ഹൈറ്റ് കുറവാണ്. ഹൈറ്റ് കുറയുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വളരെ താഴെ ആയിരിക്കും. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി താഴ്ന്നു കഴിഞ്ഞാൽ ആ വെഹിക്കിളിൻ്റെ ബാലൻസ് എളുപ്പമായിരിക്കും. എൻജിൻ ഏറ്റവും താഴെ അല്ലെങ്കിൽ വെയിറ്റ് ഏറ്റവും താഴെ വരുന്നോ, വെയിറ്റ് എന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഏറ്റവും താഴെ വരുന്നോ അത്രയും ബാലൻസ് ആ വണ്ടിക്ക് കിട്ടും. അപ്പോൾ ഈ എൻജിൻ്റെ വെയിറ്റ് ഏറ്റവും താഴെയാണ് വരിക. കാരണം ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ എൻജിൻ ആയതുകൊണ്ട് തന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഏറ്റവും താഴെയാണ് വരിക. അതുകൊണ്ട് ഇത് കുറച്ചുകൂടി വെഹിക്കിളിൻ്റെ ബാലൻസിങ്ങിന് സൗകര്യമുണ്ട്. ഫോർമുല 1 റേസിംഗ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ആ വണ്ടിയൊക്കെ എത്ര താഴ്ന്നാണ് ഇരിക്കുന്നതെന്ന്. കാരണം വണ്ടിയുടെ പൊക്കം കൂടുന്തോറും അതിൻ്റെ ബാലൻസിങ് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ടൈപ്പ് എൻജിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻജിൻ്റെ ഹൈറ്റ് എന്ത് ചെയ്യണം, വെഹിക്കിളിൻ്റെ ഹൈറ്റ് പിന്നെയും റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറിയും സെക്കൻഡറി ഫോഴ്സുകളും ബാലൻസ് ചെയ്യാൻ എളുപ്പമാണ്. സ്മൂത്ത് എൻജിനാണ്. ക്രാങ്ക് ഷാഫ്റ്റിലേക്കുള്ള വെയിറ്റ് കുറവായിരിക്കും. അതുപോലെ ലോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ വിഡ്ത്ത് വളരെ കൂടുതലായിരിക്കും. മറ്റ് എൻജിനെ അപേക്ഷിച്ച് വിഡ്ത്ത് വളരെ കൂടുതലാണ്. കോംപ്ലക്സ് ആണ് കുറച്ച്. മറ്റ് എൻജിൻസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി കോംപ്ലക്സ് ഡിസൈനാണ്. രണ്ട് ഹെഡും 2 വാൽവ് മെക്കാനിസം ആവശ്യം വരുന്നുണ്ട്. മെയിൻ്റനൻസ് കുറച്ച് കൂടുതലായിരിക്കും. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബാലൻസിങ് വളരെ സിമ്പിളാണ്. വെയിറ്റ് ക്രാങ്ക് ഷാഫ്റ്റിലേക്കുള്ള വെയിറ്റ് കുറവാണ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വളരെ താഴെയാണ്. അതുകൊണ്ട് തന്നെ ബെറ്റർ ഹാൻഡ്ലിംഗ് ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് ഡിസഡ്വാൻറ്റേജ് ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വൈഡാണ്, കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസൈനാണ്. 2 ഹെഡും 2 വാൽവ് മെക്കാനിസവും 2 സെറ്റ് മാനിഫോൾഡുകൾ ആവശ്യം വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് ചിലവ് കൂടുതലായിരിക്കും. മെയിൻ്റനൻസ് കുറച്ച് കൂടുതൽ വരുന്ന ടൈപ്പ് എൻജിനാണ്. ഇതൊക്കെയാണ് ഓപ്പോസിറ്റ് ടൈപ്പ് എൻജിനെ കുറിച്ച് പറയാനുള്ളത്. അവസാനത്തെ ടൈപ്പാണ് റേഡിയൽ ടൈപ്പ് എൻജിൻ. ഇപ്പോൾ റേഡിയൽ ടൈപ്പ് എൻജിൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എൻജിൻ്റെ സിലിണ്ടർ എല്ലാം റേഡിയലായിട്ടാണ് വെച്ചിരിക്കുന്നത്. റേഡിയലായിട്ട് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു സർക്കിളിൻ്റെ ചുറ്റിലുമായിട്ട് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഈ സെൻറ്ററിലാണ് ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടായിരിക്കുക. ക്രാങ്ക് ഷാഫ്റ്റിന് ചുറ്റുമായിട്ട് റൗണ്ട് ഈക്വൽ ഡിസ്റ്റൻസിൽ എന്തിരിക്കുകയാണ്, സിലിണ്ടറിൽ വെച്ചിരിക്കുകയാണ്. ഇവിടെ 5 സിലിണ്ടറാണ് കാണുന്നത്. 5 എണ്ണം നിർബന്ധമില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ അതിലൊക്കെ കൂടുതൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് എൻജിൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഏവിയേഷൻ ആയ സമയത്താണ്. അതായത് എയറോപ്ലെയിനുകളിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പഴയ പ്ലെയിനുകളൊക്കെ ആണെങ്കിൽ ഫ്രണ്ടിലൊരു ഫാൻ കറങ്ങുന്ന കാണാമല്ലോ. ആ ഫാൻ കറങ്ങുന്നത് ഈ എൻജിൻ്റെ പവർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ചിത്രം നോക്കി നമുക്ക് കാണാൻ പറ്റും. ഈ പ്രൊപ്പല്ലർ കറങ്ങുന്നത് തൊട്ട് പുറകെ കാണുന്നില്ല, ഈ എൻജിൻ്റെ പവർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ടൈപ്പ് എൻജിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മെയിൻ്റനൻസ് വളരെ ഈസിയാണ്. ഡാമേജ് വളരെ കുറവായിരിക്കും. കാരണം ഇത് മെയിനായി പറഞ്ഞല്ലോ, ഏവിയേഷൻ അല്ലെങ്കിൽ എയർക്രാഫ്റ്റുകളിലൊക്കെ ഉപയോഗിക്കുന്ന എൻജിൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡാമേജ് ആവുന്ന തരത്തിലുള്ളതല്ല. ഇനിയിപ്പോൾ ഒരു സിലിണ്ടറോ മറ്റോ ഡാമേജ് ആയാലും എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി സിലിണ്ടറിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, റൺ ചെയ്യിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. കാരണം ഒരു പ്ലെയിൻ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സിലിണ്ടർ ഡാമേജ് ആയതുകൊണ്ട് താഴെ വീഴാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ സിലിണ്ടറിൽ ഇപ്പോൾ 1-2 എണ്ണം ഡാമേജ് ആയാലും എൻജിൻ്റെ പ്രവർത്തനത്തെ അത് വലിയ രീതിയിൽ ബാധിക്കുന്നില്ല. പിന്നെ ഈക്വൽ ഡിസ്റ്റൻസിലായതുകൊണ്ട് ഇത് സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പറേഷനാണ്, റിലയബിൾ ആണ്, കോസ്റ്റ് കുറവാണ്, ഹയർ പവർ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്താണ്? ഓയിൽ കൺസംഷൻ കൂടുതലാണ്, ക്ലീനിങ് കുറച്ച് കൂടുതലായിട്ട് ആവശ്യം വരും, ഫ്യുവൽ കൺസംഷൻ കൂടുതലാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഓയിൽ കൺസംഷൻ പോലെ ഫ്യുവൽ കൺസംഷനും കൂടുതലാണ്. കാരണം ഇത്രയും സിലിണ്ടറുകളുണ്ട്, അത്ര സിലിണ്ടറിലേക്ക് ആവശ്യമുണ്ട്. പക്ഷെ പവർ ഔട്ട്പുട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈക്വൽ ഡിസ്റ്റൻസിലായതുകൊണ്ട് ഇത് സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പറേഷനാണ്, റിലയബിൾ ആണ്, കോസ്റ്റ് കുറവാണ്, ഹയർ പവർ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്.
പിന്നെ ഏരിയ കൂടുതലാണ്, കാരണം എഞ്ചിൻ്റെ ഏരിയ കുറച്ച് കൂടുതലായിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പിന്നെ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഒന്നുകൂടി ഉണ്ട്, അതിൻ്റെ ഡിസൈൻ കുറച്ച് കോംപ്ലക്സ് ആണ്. ഇത്രയും സിലിണ്ടറുകളെ ഈ സിംഗിൾ ക്രാങ്ക് ഷാഫ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡിസൈൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൈപ്പ് ഓഫ് എൻജിൻസിൽ വരുന്നത്. ഇൻലൈൻ ടൈപ്പിൽ തന്നെ സൈഡ് ബൈ സൈഡ് ഉണ്ട്, 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ഉണ്ട്. ഇതിൽ പറയുന്നത് എൻജിനെല്ലാം ഒരു സിംഗിൾ ലൈനിൽ അല്ലെങ്കിൽ സിംഗിൾ റോയിലാണ് ഇരിക്കുന്നത്. വി ടൈപ്പ് എന്ന് പറയുന്നത് 2 റോ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. 2 റോ എന്ന് പറയുമ്പോൾ വി ആകൃതിയിലാണ് ഉണ്ടാവുക. ഈ 2 റോയും തമ്മിലുള്ള ആംഗിൾ, ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. നിങ്ങൾ ഈ ചിത്രം വരയ്ക്കുമ്പോൾ ഈ ഭാഗത്തൊരു ആരോ ഇട്ടിട്ട് 60 ഡിഗ്രി എന്ന് എഴുതി വെക്കണം. പിന്നെ ഡബ്ല്യു ടൈപ്പ് എന്ന് പറഞ്ഞാൽ വി ടൈപ്പ് പോലെ തന്നെ, പക്ഷേ 2 എണ്ണത്തിന് പകരം 3 അല്ലെങ്കിൽ 4 റോ ഓഫ് സിലിണ്ടർ ഉണ്ട്. ഇവിടെ നമുക്ക് 3 എണ്ണം കാണാവുന്നതാണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡബ്ല്യു ടൈപ്പ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഓപ്പോസിറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് പോലെ നേരെ 180 ഡിഗ്രി കിടക്കായിരിക്കും. 2 റോ ആണുള്ളത്, പക്ഷേ 2 റോയും പരസ്പരം ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. റേഡിയൽ എഞ്ചിൻ എന്നാൽ സിലിണ്ടറെല്ലാം റേഡിയൽ ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു റൗണ്ടിൽ ചുറ്റും റേഡിയൽ ആയിട്ട് പുറത്തേക്ക് നിൽക്കുന്നത് പോലെയാണ് എന്ത് ചെയ്യുന്നത്, ഈ എഞ്ചിൻ ഉണ്ടായിരിക്കുന്നത്. ഇത് ഓരോ ടൈപ്പിൻ്റെയും നോട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഈ നോട്ട് എഴുതുമ്പോൾ തന്നെ ഇതിൻ്റെ സൈഡിൽ ചിത്രം വരച്ച് വെക്കണം. ഈ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ചിത്രമില്ല. ഇൻലൈൻ ഡബ്ല്യു, വി ടൈപ്പ് ഡബ്ല്യു, ഓപ്പോസിറ്റ് റേഡിയൽ, ഇതെല്ലാം ചിത്രങ്ങളുണ്ട്. ഈ ചിത്രങ്ങളാണ് വരയ്ക്കേണ്ടത്. ഞാൻ പറഞ്ഞിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഇവിടെ എഴുതിയിട്ടില്ല. അത് നിങ്ങൾ നോട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം കണ്ടുകൊണ്ട് ആ നോട്ട് എഴുതിയെടുക്കുക. എല്ലാ ഹൊറിസോണ്ടൽ വെർട്ടിക്കലിൻ്റെ അല്ല, ഇൻലൈൻ ടൈപ്പിൻ്റെ ഈ നോട്ട് 2 വരി എഴുതിയെടുത്തതിന് ശേഷം അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് വി ടൈപ്പ് എന്ന് എഴുതുക. ഇത് എഴുതിയെടുത്തതിന് ശേഷം ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എഴുതുക. അങ്ങനെ എല്ലാത്തിൻ്റെയും എഴുതിയിട്ടുണ്ടായിരിക്കണം. നോട്ട് അയക്കുമ്പോൾ ഞാനത് ശ്രദ്ധിക്കുന്നതാണ്.